കേരളത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ കണക്കിൽ യൂണിവേഴ്സിറ്റി കാറ്റഗറി നോക്കിയാൽ എന്നും നമ്പർ 1 പൊസിഷൻ കുസാറ്റ് ആണ്. കുസാറ്റിലേക്കുള്ള ആപ്ലിക്കേഷൻ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. മാർച്ച് 15 വരെയാണ് വിവിധ UG PG പ്രോഗ്രാമുകളിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരം. ഇന്ന് നമ്മോടൊപ്പം കുസാറ്റിനെ കുറിച്ചും അതിൻ്റെ വിവിധങ്ങളായ കോഴ്സുകളെ കുറിച്ചും ഡിസ്കസ് ചെയ്യാനായിട്ട് അഡ്മിഷൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടറായ ജെയിംസ് വർഗീസ് സാർ നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നു. ജെയിംസ് സാർ, സ്നേഹപൂർവ്വം സ്വാഗതം. നമസ്കാരം. ജെയിംസ് അഡ്മിഷൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ചാർജ് വഹിക്കുന്നതോടൊപ്പം തന്നെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിലെയും പ്രൊഫസറാണ്. അദ്ദേഹം BTech കംപ്ലീറ്റ് ചെയ്തത് MA കോളേജിൽ നിന്നാണ്. അതിനുശേഷം MTech NIT കാലിക്കറ്റിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്തു. IIT ബോംബെയിൽ നിന്നും PhD ചെയ്തു. അതിനുശേഷം യൂണിവേഴ്സിറ്റി ഓഫ് ലിംബറിംഗ് അയർലൻഡിൽ നിന്നും PDF കംപ്ലീറ്റ് ചെയ്തു. സോ വ്യത്യസ്തങ്ങളായ കോളേജുകളിൽ, യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചു പരിചയമുണ്ട്. അതോടൊപ്പം തന്നെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമാണ്, അഡ്മിഷൻസിന്റെ ഡയറക്ടറാണ്. സോ ഞാൻ ആദ്യമേ ചോദിക്കുന്നു, ഞാനിപ്പോൾ ഒരു +2 കഴിഞ്ഞ വിദ്യാർത്ഥിയാണ്. എനിക്ക് കുസാറ്റിൽ പഠിച്ചാൽ കൊള്ളാം എന്ന് അതിയായ ആഗ്രഹമുണ്ട്. ഏതൊക്കെ കോഴ്സുകൾ എനിക്കിപ്പം അവൈലബിൾ ആണ്? തീർച്ചയായും കേരളത്തിലെ ഒരു നമ്പർ 1 യൂണിവേഴ്സിറ്റി തന്നെയാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, കുസാറ്റ് എന്ന് പോപ്പുലർലി അറിയപ്പെടുന്ന ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി. 1971 ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി കേരളത്തിൽ സ്ഥാപിതമായത്. ഇപ്പോൾ ഞങ്ങൾ 50 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. അക്കാഡമിക് രംഗത്ത് വളരെയധികം മികവ് പുലർത്തുന്ന ഒത്തിരി പ്രോഗ്രാമുകൾ ഞങ്ങൾ ഈ കേരളത്തിന് സംഭാവന ചെയ്യുന്നുണ്ട്. ഇപ്പോൾ BTech പ്രോഗ്രാമുകൾ, ഒരു +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് BTech പ്രോഗ്രാമുകളായി 11ഓളം വിവിധ ശാഖകളിൽ ഞങ്ങൾ ഡിഗ്രി ഓഫർ ചെയ്യുന്നുണ്ട്. 7ഓളം ഇൻ്റഗ്രേറ്റഡ് MSc പ്രോഗ്രാമുകൾ ഇപ്പോൾ ഞങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ BVOC എന്ന് പറയുന്ന വൊക്കേഷണൽ പ്രോഗ്രാമും ഈ +2 കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതിനുവേണ്ടിയുള്ള അഡ്മിഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ അഡ്മിഷൻ്റെ വെബ്സൈറ്റ് admissions.kusat.ac.in ആണ്. ഇതിൽ ലോഗിൻ ചെയ്ത് എല്ലാ വിദ്യാർത്ഥികൾക്കും ഇതിൻ്റെ അഡ്മിഷന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. മാർച്ച് 15 വരെ ഇതിൻ്റെ അഡ്മിഷന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ഞങ്ങൾ സ്വീകരിക്കുന്നതാണ്. ഇത് വളരെ ലളിതമായ ഒരു ഓൺലൈൻ പ്രോസസ്സിൽ കൂടിയാണ് ഇവർക്ക് അപ്ലൈ ചെയ്യാവുന്നത്. ഇതിൽ ജനറൽ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് 1200 രൂപയാണ് ആപ്ലിക്കേഷൻ്റെ ഫീസ്. SC ST അങ്ങനെയുള്ള റിസർവേഷൻ ഉള്ള കുട്ടികൾക്ക് 600 രൂപയാണ് അവരുടെ ആപ്ലിക്കേഷൻ ഫീസ്. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഇത് നമ്മളുടെ കേരളത്തിലുള്ള എല്ലാ ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സിലും നമ്മളുടെ പരീക്ഷ നടത്തുന്നതാണ്. ഓൺലൈനായിട്ടുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് നമ്മൾ നടത്തുന്നത്. ഇത് ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന മെയ് 10, 11, 12 തീയതികളിലായിട്ടാണ് നമ്മളുടെ ഈ ടെസ്റ്റ് നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇവർക്ക് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇവർക്ക് ഏറ്റവും അടുത്തുള്ള ടെസ്റ്റ് സെൻറ്ററുകൾ സെലക്ട് ചെയ്താൽ ഈ പറയുന്ന തീയതികളിൽ ഇവർക്ക് ഇതിനു വേണ്ടിയുള്ള ടെസ്റ്റ് നടത്തുന്നതാണ്. BTech വിഭാഗത്തിന് വേണ്ടിയുള്ള ടെസ്റ്റ് 3 മണിക്കൂറായിട്ടുള്ള നമ്മളുടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് അങ്ങനെയുള്ള അതിനു വേണ്ടിയുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് നമ്മൾ അതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നടത്തുന്ന ഒരു ടെസ്റ്റാണ് നമ്മൾ ഇത് നടത്തുന്നത്. ഇതിൽ ഒരുപക്ഷെ കഴിഞ്ഞ കാലത്തുള്ള നമ്മളുടെ റിസൾട്ടുകൾ നോക്കിയാൽ തന്നെ അറിയാം, ഇന്ത്യയുടെ തന്നെ നമ്മളുടെ JEE മാതിരിയുള്ള ടെസ്റ്റുകളിൽ മുൻനിരയിൽ വന്ന വിദ്യാർത്ഥികൾ തന്നെയാണ് ഞങ്ങളുടെ ടെസ്റ്റിൻ്റെയും റാങ്കുകളിൽ വന്നിട്ടുള്ളത്. വളരെ നല്ല കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് നമ്മൾ നടത്തുന്നത്. ഇതിൽ നിന്നുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് പിന്നീട് നമ്മൾ അലോട്ട്മെൻറ്റ് നടത്തുകയാണ്. ഈ നമ്മളുടെ എല്ലാ പ്രോഗ്രാമുകളും ഈ പറയുന്ന ടെസ്റ്റിൽ നിന്നുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് നമ്മൾ അഡ്മിഷൻ നടത്തുന്നത്. സാർ, എനിക്ക് 2 ചോദ്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കാനുള്ളത്. ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു ക്യാമ്പസ് എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് ആയിട്ടുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ്? അതുപോലെ രണ്ടാമത്തെ ഒരു ചോദ്യം, സാർ, ഈ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ വെറൈറ്റി ആയിട്ടുള്ള, അതായത് ഒരുപക്ഷെ കേരളത്തിൽ ഒരിടത്തും ഇല്ല, ഇന്ത്യയിൽ തന്നെ വളരെ വിരളം എന്ന് പറയാൻ പറ്റുന്ന കാറ്റഗറിയിലുള്ള ചില കോഴ്സുകൾ ഉണ്ട് എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. സാർ, ഈ 2 കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യും. ഞാൻ BTech പ്രോഗ്രാമുകളിലേക്ക് ആദ്യം കടന്നു വരാം. നമുക്ക് BTech എന്ന് പറഞ്ഞാൽ ഏകദേശം 11 ബ്രാഞ്ചുകൾ ഞാൻ പറഞ്ഞു. നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്, ഇലക്ട്രിക്കൽ ഉണ്ട്, ഇൻഫർമേഷൻ ടെക്നോളജി. അത് ഒരുപക്ഷെ നമ്മൾ കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഓഫർ ചെയ്തത് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയാണ്. അത് അഭിമാനപൂർവ്വം എനിക്ക് പറയാൻ കഴിയും. പിന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. പിന്നെ ഞങ്ങളുടെ ഒരു സ്പെഷ്യാലിറ്റി പ്രോഗ്രാമാണ് BTech ഇൻ സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ്. മറ്റൊന്നാണ് മറൈൻ എഞ്ചിനീയറിംഗ്, BTech ഇൻ മറൈൻ എഞ്ചിനീയറിംഗ്. ഇവിടെ നമ്മൾക്ക് ഷിപ്പ് ഇൻ ക്യാമ്പസ് ഫെസിലിറ്റി ഉള്ള ഒരു പ്രോഗ്രാമാണ് BTech ഇൻ മറൈൻ എഞ്ചിനീയറിംഗ്. നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്, ഇത് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മളുടെ
യൂണിവേഴ്സിറ്റിയുടെ തന്നെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ് ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്, പിന്നെ പോളിമർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ഇത് നമ്മളുടെ കേരളത്തിൽ തന്നെ നമുക്ക് മാത്രം ഓഫർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ബിടെക് ഇൻ പോളിമർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ്. ഇതും നമ്മുടെ തന്നെ ഒരു സ്പെഷ്യാലിറ്റി പ്രോഗ്രാമാണ് ബിടെക്. ഇതെല്ലാം +2 സയൻസ് വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് പ്രോഗ്രാമുകൾ +2 കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ബിടെക്കുകളാണ് ഈ പറയുന്നതല്ല. ഇതിൽ ഈ നമ്മൾ പറഞ്ഞ ഷിപ്പിൻ നേവൽ ആർക്കിടെക്ചർ, ആ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ വളരെയധികം ഡിമാൻഡുള്ള ഒരു നമ്മളുടെ ഒരു പ്രോഗ്രാമാണ് ബിടെക് നേവൽ ആർക്കിടെക്ചർ, ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് നേവൽ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഇത് ഷിപ്പിൻ്റെ എല്ലാം ഡിസൈനും അങ്ങനെയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മേഖലയിൽ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഉള്ള ഒരു ഇതാണ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്ന ബിടെക് ഇൻ മറൈൻ എഞ്ചിനീയറിംഗ്, ഇത് നമ്മുടെ റെസിഡൻഷ്യൽ പ്രോഗ്രാമാണ്. ഇതിൻ്റെ അഡ്മിഷൻ നടത്തുന്നത് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി അവർ നടത്തുന്ന എൻട്രൻസിലെ റാങ്കിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ബിടെക് മറൈൻ എഞ്ചിനീയറിംഗിൻ്റെ അഡ്മിഷൻ നടത്തുന്നത്. ബാക്കിയുള്ള എല്ലാ പ്രോഗ്രാമുകളും ബിടെക്കിൻ്റെ എല്ലാ പ്രോഗ്രാമുകൾക്കും വേണ്ടിയുള്ള അഡ്മിഷൻ നടത്തുന്നത് നമ്മളുടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി നടത്തുന്ന ക്യാറ്റിൻ്റെ ടെസ്റ്റിലെ റാങ്കിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് നടത്തുന്നത്. ഇതിൽ ബിടെക് സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയുന്നത് ഇന്ത്യയിൽ തന്നെ വളരെയധികം ഡിമാൻഡുള്ള, വളരെയധികം പ്ലേസ്മെൻറ്റ് സാധ്യതകളുള്ള ഒരു പ്രോഗ്രാമാണ് ബിടെക് സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ്. അതൊരു വളരെ സ്പെഷ്യലായിട്ടുള്ള, കേരളത്തിൽ തന്നെ നമ്മുടെ ഇവിടെ തന്നെ കേരളത്തിൽ നമ്മൾ മാത്രമാണ് ഈ പറയുന്ന ബിടെക് ഓഫർ ചെയ്യുന്നത്. ഇതും ഞങ്ങളുടെ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിൽ തുടക്കം മുതൽ തന്നെ ഓഫർ ചെയ്യുന്ന ഒരു ബിടെക് പ്രോഗ്രാമാണ്. ഇത് നമ്മളെ പബ്ലിക് സെക്ടർ ഓയിൽ കമ്പനീസ് എല്ലാം ഇവിടെ വന്ന് നേരിട്ട് തന്നെ പ്ലേസ്മെൻറ്റ് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ബിടെക് ഇൻ സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ്. മറ്റ് പ്രോഗ്രാമുകൾക്കെല്ലാം നമ്മളുടെ ക്യാമ്പസിൽ നിന്ന് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വളരെ നല്ല രീതിയിൽ നടക്കുന്ന ഒരു ക്യാമ്പസാണ്. സാർ, ഒരു കാര്യം ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് കിട്ടുന്ന ഏത് ഡിപ്പാർട്ട്മെന്റ്? അതാണ് ഞങ്ങൾക്ക് അറിയാൻ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് താല്പര്യം. തീർച്ചയായും അതൊരു നല്ല ചോദ്യമാണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റും ഞാൻ പറയുന്നത്, ഞാൻ നേരത്തെ യൂണിവേഴ്സിറ്റിയുടെ ചീഫ് പ്ലേസ്മെന്റ് ഓഫീസർ ആയിരുന്നു. എനിക്കറിയാം നമ്മളുടെ യൂണിവേഴ്സിറ്റിയിൽ എല്ലാ ബ്രാഞ്ചുകളിൽ നിന്നും നല്ല പ്ലേസ്മെന്റ് ലഭിക്കുന്നുണ്ട്. ഏകദേശം നമ്മൾ ഓവറോൾ ഒരു വർഷം നമ്മളുടെ പ്ലേസ്മെന്റ് കഴിയുമ്പോൾ ഒരു 70 to 80% നമുക്ക് പ്ലേസ്മെന്റ് കിട്ടുന്നുണ്ട്. ഇതിൽ വളരെ നല്ല ഓഫറുകളും നല്ല പാക്കേജുകളും എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെയുള്ള NIT-കളിൽ കിട്ടുന്ന പല കമ്പനികൾ, അവിടെ പോകുന്ന പല കമ്പനികളും വിസിറ്റ് ചെയ്യുന്ന ഒരു ക്യാമ്പസാണ് നമ്മുടെ ക്യാമ്പസ്. ഇവിടെ MNCs തന്നെ ഓഫർ ചെയ്ത് വന്നിട്ട് 25 lakhs വരെ ഓഫർ ചെയ്തിട്ടുള്ള പാക്കേജുകൾ ഇവിടെ പല കുട്ടികൾക്കും കിട്ടിയിട്ടുണ്ട്. ഞാൻ പേര് പറയുന്നില്ല, പല MNCs-ഉം നമ്മളിവിടെ വന്നിട്ട് നമുക്ക് നേരിട്ട് കുട്ടികൾക്ക് ഓഫർ കിട്ടുന്നുണ്ട്. ഇതിൽ വേറൊരു പ്രത്യേകത നമ്മൾ കാണേണ്ടത്, നമ്മളിവിടെ പഠിക്കുന്ന ഈ പ്രോഗ്രാമുകൾക്ക് ഫീസ് വളരെ കുറവാണ്. നമ്മൾ പുറത്തുള്ള പല പ്രൈവറ്റ് കോളേജുകളായിട്ട് നമ്മൾ അവരെ വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ ഈ പറയുന്ന ബിടെക് പ്രോഗ്രാമുകൾക്ക് നമ്മൾ ചാർജ് ചെയ്യുന്ന ഫീസ് എന്ന് പറഞ്ഞാൽ, മെറിറ്റ് സീറ്റുകളിലേക്ക് നമ്മൾ ചാർജ് ചെയ്യുന്ന ഫീസ് ഇപ്പോൾ ഏകദേശം 30,000 രൂപയാണ് ഒരു സെമസ്റ്ററിന് വരുന്ന ഫീസ് മെറിറ്റ് സീറ്റിൽ. പിന്നെ നമുക്ക് വേറൊരു സീറ്റുണ്ട് നമ്മുടെ ഓൾ ഇന്ത്യ മെറിറ്റ്, അത് ഏകദേശം 50,000 രൂപയാണ് പെർ സെമസ്റ്റർ വരുന്ന ഫീസ്. ഈ ഫീസിൻ്റെ എല്ലാം ഇവരുടെ വരുന്ന ആ ഒരു പൊതുവെ നമ്മൾ വിദ്യാഭ്യാസ ചെലവും നമ്മൾ നോക്കണമല്ലോ കുട്ടികൾ വരുമ്പോൾ, ആ ഒരു ഇതും അവർക്ക് കിട്ടുന്ന പ്ലേസ്മെൻറ്റും വെച്ച് നോക്കുമ്പോൾ വളരെയധികം ബെനിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിലാണ് നമ്മളുടെ ഈ ക്യാമ്പസിലെ പല പ്രോഗ്രാമുകളും നമ്മളിപ്പോൾ റൺ ചെയ്യുന്നത്. ഇവിടെ എല്ലാ റിസർവേഷൻ ആനുകൂല്യങ്ങളും നമ്മൾ അഡ്മിഷൻ നടത്തുമ്പോഴാണെങ്കിലും നമ്മൾ അഡ്മിഷൻ ഗവൺമെൻറ്, കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ എല്ലാ റിസർവേഷൻ പോളിസിയും ഫോളോ ചെയ്തിട്ടാണ് നമ്മളിവിടെ അഡ്മിഷൻ പ്രോസസ്സ് നടക്കുന്നത്. പിന്നെ ഈ വിദ്യാർത്ഥികൾക്കുള്ള ഗവൺമെൻറ്റിൽ നിന്നുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഈ യൂണിവേഴ്സിറ്റിയിൽ ഇവർക്ക് കിട്ടും. ഇവർക്ക് ഈ ഗ്രാൻസ്, അവർക്ക് സ്കോളർഷിപ്പ്, അങ്ങനെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും നമ്മളുടെ ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്നുണ്ട്. അവർക്ക് കിട്ടുന്ന എല്ലാ കുട്ടികൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും അതൊരു ഗവൺമെൻറ് സ്ഥാപനമായതുകൊണ്ട് അവർക്ക് ലഭിക്കും. അപ്പോൾ ഈ ഒരു എല്ലാ സാധ്യതകളും ഈ കുട്ടികൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെ സംബന്ധിച്ച് എല്ലാ പ്രോഗ്രാമും, ഞാൻ പറയുന്നത് ബിടെക് മാത്രമല്ല, നമ്മൾ കിടക്കുന്ന ഒരു മെയിൻ ഒരു സ്ട്രീമാണ് നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം. അതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 7ഓളം ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾ നമ്മൾ ഇവിടെ ഓഫർ ചെയ്യുന്നുണ്ട്. ഇവർക്ക് ഇൻ്റഗ്രേറ്റഡ്, ഇപ്പം ബിടെക്കിനോട് താല്പര്യമില്ല എന്നുള്ള കുട്ടികൾക്ക് തീർച്ചയായും നമുക്ക് 5 year ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമായിട്ട് 7ഓളം ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾ നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. ഇൻ്റഗ്രേറ്റഡ് MSc ഇൻ ഫോട്ടോണിക്സ്, അതെന്ന് പറഞ്ഞാൽ ഫോട്ടോണിക്സ് നമ്മുടെ ഒരു വളരെ ഒരു പ്രൊമനൻ്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫർ ചെയ്യുന്നതാണ് ഇൻ്റഗ്രേറ്റഡ് MSc ഇൻ ഫോട്ടോണിക്സ്. 5 year ഇൻ്റഗ്രേറ്റഡ് ഇൻ MSc ഇൻ കമ്പ്യൂട്ടർ സയൻസ്, അത് അവരുടെ സ്പെഷ്യലൈസേഷൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ് എന്നാണ്. അത് നമ്മളൊരു ഇൻ്റഗ്രേറ്റഡ് MSc പ്രോഗ്രാമാണ് കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്. 5 year ഇൻ്റഗ്രേറ്റഡ് MSc ഇൻ ബയോളജിക്കൽ സയൻസ്,
5 year integrated in chemistry, 5 year integrated in physics, 5 year integrated in statistics, 5 year integrated in mathematics. ഈ 7ഓളം പ്രോഗ്രാമുകൾ ഇൻ്റഗ്രേറ്റഡ് രീതിയിൽ, അതായത് 5 വർഷം കൊണ്ട് ഇൻ്റഗ്രേറ്റഡ് MSc ലഭിച്ച് ഇവിടെ നിന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. സാർ, ഞാനൊരു കാര്യം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാൻ ആഗ്രഹം. ഇപ്പോൾ ഒരു വിദ്യാർത്ഥി, സാറ് പറഞ്ഞ പോലെ ബിടെക്കിന് താല്പര്യമില്ല, സയൻസ് പഠിക്കണം, അപ്പോൾ അവന് പല പല ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. ഒന്ന്, ഏതെങ്കിലും നല്ലൊരു കോളേജിൽ പോയി ഒരു 3+2 കാറ്റഗറിയിൽ നമുക്കൊരു MSc കംപ്ലീറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻ്റഗ്രേറ്റഡ് MSc. ശരിക്കും എന്താണ് സാർ ഒരു കോളേജിൽ പോയി ഒരു MSc പഠിക്കുന്ന ഒരാൾക്ക് കിട്ടുന്നതിനേക്കാളും എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് കുസാറ്റ് പോലെ ഒരു വലിയ ക്യാമ്പസിൽ വന്ന് ഇൻ്റഗ്രേറ്റഡ് MSc ചെയ്യുമ്പം ആ ഒരു വിദ്യാർത്ഥി കിട്ടുന്നത്? തീർച്ചയായും ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ ഒരു വിദ്യാർത്ഥി പഠിക്കുമ്പോൾ യൂണിവേഴ്സിറ്റിയിൽ വളരെ പ്രഗത്ഭരായ അധ്യാപകരുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ആ വിദ്യാർത്ഥി കടന്നു വരുന്നത്. അവിടെ ആ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ വിവിധ റിസർച്ച് ഗവേഷണങ്ങൾ നടക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് ഈ ഗവേഷണത്തിൽ ഭാഗമാകാം. ഈ യൂണിവേഴ്സിറ്റിയിൽ വളരെയധികം ജേണൽസ്, നമ്മളെ സംബന്ധിച്ചൊരു കോളേജിനൊക്കെ യൂണിവേഴ്സിറ്റിക്ക് വളരെയധികം ജേണലുകൾ, ഈ റിസർച്ച് പോകുമ്പോൾ നമ്മൾ ഗവേഷണത്തോട് അനുബന്ധിച്ച് ജേണലുകളുണ്ട്, പേപ്പറുകൾ പബ്ലിഷ് ചെയ്യുന്നു. ഇതിനെല്ലാം ആക്സസ് ഉണ്ട്. ഇതിനെല്ലാം യൂണിവേഴ്സിറ്റി ലൈബ്രറി വഴി ഈ ജേണൽസ് ഈ കുട്ടികൾക്ക് ലഭ്യമാണ്. ഇവർക്ക് ഈ ലാബുകൾ, വിവിധ റിസർച്ച് നടക്കുന്ന ലാബുകളിൽ ഇവർക്ക് ആക്സസ് കിട്ടും. ഇവർക്ക് ഈ ലാബുകൾ സന്ദർശിക്കാം. ഇത് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ റിസർച്ചാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഈ കുട്ടികൾക്ക് പല പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ചേർന്ന് ഇവരുടെ റിസർച്ചുകൾക്ക് ഇവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ഈ അധ്യാപകരുമായിട്ട് ചേർന്ന് പല പ്രോജക്റ്റുകളും യൂണിവേഴ്സിറ്റിയിൽ പല അധ്യാപകർക്കും നല്ല മികച്ച പ്രോജക്റ്റുകൾ കിട്ടുന്നുണ്ട്. ഈ പ്രോജക്റ്റുകളിൽ ഈ കുട്ടികൾക്ക് ഭാഗമാക്കാം. അപ്പോൾ റിസർച്ചിലേക്ക് കടന്നു വരാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ പറയുന്ന നമ്മളുടെ ജേണലുകൾ കിട്ടും, ഈ അധ്യാപകരുമായിട്ട് ഇൻട്രാക്ഷൻ കിട്ടും, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പോയിട്ട് റിസർച്ചുകളുടെ ഭാഗമാക്കാം. ഇവിടെ തന്നെ നമ്മളെ സ്റ്റിക്ക് എന്നും പറഞ്ഞ് വളരെയധികം നമ്മളൊരു സൊഫിസ്റ്റിക്കേറ്റഡ് ടെസ്റ്റിംഗ് ഇൻസ്ട്രുമെൻറ്റേഷൻ സെൻ്റർ ഉണ്ട്. അവിടെ ഇവർക്ക് ഇവരുടെ ആവശ്യമുള്ള റിസർച്ചിനോട് ആവശ്യമായ ടെസ്റ്റുകൾ ചെയ്യാനായിട്ട് ഇവിടെ ക്യാമ്പസിൻ്റെ അകത്ത് തന്നെയുള്ള ഒരു ഫെസിലിറ്റിയാണ്. ഇവർക്ക് അവിടെ അത് ഉപയോഗിക്കാം. ഈ കുട്ടികൾക്കൊരു റിസർച്ച് ഓറിയൻറ്റേഷൻ കിട്ടുന്നതിനായിട്ട് ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ വളരെയധികം നല്ല ഫെസിലിറ്റികളാണുള്ളത്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് ആർക്കെങ്കിലും ഒരു എൻ്റർപ്രണർഷിപ്പ്, സ്വയം ഒരു ഇൻഡസ്ട്രി തുടങ്ങാനുള്ള ഒരു താല്പര്യമുള്ള കുട്ടികൾക്ക് ഇവിടെ അതിനുള്ള ഫെസിലിറ്റിയും ഉണ്ട്. ഇവിടെ നമുക്ക് സിറ്റിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ സിറ്റിക്ക് ഇവിടെ കുട്ടികൾക്ക് ഇവർക്ക് ഏതെങ്കിലും ഒരു ചെറിയ സ്റ്റാർട്ടപ്പ് തുടങ്ങണമെങ്കിൽ അതിനു വേണ്ടിയുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇവർക്ക് ഈവനിങ് ഇവിടെ മിക്ക കുട്ടികൾക്ക് ഇവിടെ നമ്മൾ ക്യാമ്പസിൻ്റെ ഹോസ്റ്റൽ ഫെസിലിറ്റി ഒത്തിരി കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്. കുറച്ച് കുട്ടികൾ പുറത്ത് താമസിക്കുന്ന കുട്ടികളുണ്ട്. ഇവർക്ക് ഈവനിങ് എല്ലാം ഇവർക്ക് വേണമെങ്കിൽ ഇവർക്ക് ഈ സ്റ്റാർട്ടപ്പിന് വേണ്ടിയുള്ള വർക്ക് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. അത് ക്യാമ്പസിൻ്റെ അകത്തുള്ള ഒരു ഫെസിലിറ്റിയാണ്. ഇവിടെ കുസാറ്റെക് എന്നും പറഞ്ഞ റിസർച്ച് ഫൗണ്ടേഷൻ ഇവിടെ ഉണ്ട്. അതിലും ഈ കുട്ടികൾക്ക് ചെറിയ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നതെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മറ്റ് ഫെസിലിറ്റികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് വളരെയധികം കുട്ടികൾക്ക് ഇപ്പം പഠിത്തത്തോടൊപ്പം തന്നെ അവർക്ക് കായികമായ ഫെസിലിറ്റികൾ, ഇവിടെ നമുക്ക് ജിംനേഷ്യം ഉണ്ട്, ഇവിടെ നമുക്ക് നല്ല ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. ഇവിടെ അവരുടെ സർഗാത്മക ശേഷിക്ക് വേണ്ടിയുള്ള പല കലാപരമായ കാര്യങ്ങൾ, അതിനു വേണ്ടിയുള്ള എല്ലാ ഈവൻസും അവർ തന്നെ ഓർഗനൈസ് ചെയ്യുന്ന ഒത്തിരി ഈവൻസ് യൂണിവേഴ്സിറ്റികൾ നടക്കുന്നുണ്ട്. എല്ലാ യൂണിവേഴ്സിറ്റികളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു യൂണിവേഴ്സിറ്റിയുടെ അകത്ത് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരാഴ്ചയിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തെങ്കിലും ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസോ എന്തെങ്കിലുമൊക്കെ ഈവൻറ്റുകൾ നടക്കും. ഈ ഈവൻറ്റുകളിലെല്ലാം കുട്ടികൾക്ക് പങ്കെടുക്കാം. അപ്പോൾ ഈ കുട്ടികൾക്ക് പല രീതിയിലുള്ള ഒരു എക്സ്പോഷറാണ് ഇവിടെ കിട്ടുന്നത്. ആ ഒരു ഫെസിലിറ്റിയാണ് നമ്മൾ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ് ഇവിടെ നമ്മൾ വിശാലമായ ഒരു ലോകത്തിലേക്കാണ് കുട്ടികൾ കടന്നു വരുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഫെസിലിറ്റികൾ ഉപയോഗിക്കുക. ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു നല്ലൊരു ഫെസിലിറ്റിയാണ്. കേരളത്തിൽ തന്നെ മികച്ച ഒരു ഫെസിലിറ്റിയാണ് കുസാറ്റ് ഓഫർ ചെയ്യുന്നത്. സാർ, ഏതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ കുസാറ്റിന് ഈ കളമശ്ശേരി ക്യാമ്പസ് മാത്രമേ ഉള്ളൂ, വേറെ ക്യാമ്പസുകൾ ഉണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു സിറ്റുവേഷൻ? നമ്മളെ സംബന്ധിച്ചും 3 ക്യാമ്പസുകളാണുള്ളത്. കൊച്ചി യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ക്യാമ്പസ് എന്ന് പറയുന്നത് തൃക്കാക്കര, കളമശ്ശേരി, തൃക്കാക്കര. ഇവിടെയുള്ള നമ്മളുടെ ഏകദേശം 28ഓളം ഡിപ്പാർട്ട്മെൻറ്റുകൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലുണ്ട്. ഇതിലെ മെയിൻ ക്യാമ്പസ് എന്ന് പറയുന്നത് തൃക്കാക്കര എന്ന് പറയുന്നതാണ്. അതിന് മറ്റൊരു ക്യാമ്പസ് എന്ന് പറയുന്നത് നമ്മളുടെ ലേക്ക് സൈഡ് ക്യാമ്പസ്. അത് നമ്മുടെ എറണാകുളം മറൈൻ ഡ്രൈവിൻ്റെ അവിടെയുള്ള ലേക്ക് സൈഡ് ക്യാമ്പസ് എന്ന് പറയുന്നത് അവിടെയുണ്ട്. അവിടെയാണ് മെയിനായിട്ട് നമ്മുടെ മറൈൻ സയൻസസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ വരുന്നത് അവിടെയാണ്. പിന്നീട് നമുക്ക് കൊച്ചി യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കുട്ടനാട്,
പുളിങ്കുന്ന്. ഈ 3 ക്യാമ്പസുകളാണ് നമ്മൾക്ക് കൊച്ചി യൂണിവേഴ്സിറ്റിയിലുള്ള. സർ, ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സയൻസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിക്ക് ഇഷ്ടം പോലെ ഈ പറയുന്ന ബിടെക് ഉണ്ട്, ഇന്റഗ്രേറ്റഡ് MSc ഉണ്ട്. സർ, എനിക്ക് സയൻസിനേക്കാളും ഇഷ്ടം ഒരുപക്ഷെ കൊമേഴ്സ് ആണ്, അല്ലെങ്കിൽ ലോ പഠിക്കാനാണ്. അങ്ങനെയുള്ളവർക്ക് വല്ല ചാൻസ് ഉണ്ടോ കുസാറ്റിൽ? തീർച്ചയായും യൂണിവേഴ്സിറ്റിയിൽ ലോ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഓഫർ ചെയ്യുന്ന 2 പ്രോഗ്രാമുകളാണ് BBA LLB ഓണേഴ്സ്, BCom LLB ഓണേഴ്സ്. ഇത് രണ്ടും ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമായിട്ടാണ് നടത്തുന്നത്. 5 ഇയർ പ്രോഗ്രാമാണ്. ഇതിലേക്ക് വേണ്ടിയുള്ള എൻട്രൻസ് കൂടിയാണ് ഈ CAT വഴിയാണ് നമ്മൾ നടത്തുന്നത്. ഈ CATൽ നിന്നുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് ഈ പ്രോഗ്രാമുകളിലേക്കുള്ള അഡ്മിഷൻ നടത്തുന്നത്. ഇത് 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമാണ്. ഇതിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, കൊമേഴ്സ് എന്നീ വിഭാഗത്തിലേക്ക് വേണ്ടിയുള്ള ലോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. ഇത് വളരെ പ്രൊമനൻ്റ് ആയിട്ടുള്ള നമ്മളുടെ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ് ഓഫർ ചെയ്യുന്ന 2 ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകളാണ്. ഇതിലേക്ക് കൂടി ലോയിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. തീർച്ചയായും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. സാർ, അപ്പം നമ്മൾ ഇന്റഗ്രേറ്റഡ് MSc കുറിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു സ്വാഭാവികമായിട്ട് ഒരു ചെറിയ സംശയമുള്ളത്. ഏത് ഇന്റഗ്രേറ്റഡ് പറഞ്ഞാലും 5 വർഷമാണ് അംഗീകരിച്ചു, പക്ഷേ 3 വർഷം കഴിഞ്ഞപ്പോൾ ഒരു പക്ഷേ ഇൻട്രസ്റ്റ് ഇല്ല, അതിൻ്റെ ഒരു ഫീൽഡ് വേറെയാണ് തിരിച്ചറിഞ്ഞ് എക്സിറ്റ് ഓപ്ഷൻ ഇവിടെ പോസിബിൾ ആണോ? ഇത് നമ്മളത് എക്സിറ്റ് ഓപ്ഷൻസ് വെച്ചിട്ടുണ്ട്. 3 വർഷം കഴിഞ്ഞാലും 4 വർഷം കഴിയുന്ന കുട്ടികൾക്ക് അവർ സഫീഷ്യൻറ്റ് ക്രെഡിറ്റുകൾ ഏൺ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു ഡിഗ്രി എടുത്തിട്ട് അവർക്ക് അതിൽ നിന്ന് പുറത്തേക്ക് പോകാം. അത് ഈ പറഞ്ഞ എല്ലാ ഇന്റഗ്രേറ്റഡ് MScക്കും ബാധകമാണ്. ഇന്റഗ്രേറ്റഡ് MSc പ്രോഗ്രാമുകളിൽ നമ്മളത് ഓഫർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് അത് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് 3 വർഷം കഴിഞ്ഞ് അവർക്ക് വേണമെങ്കിൽ എക്സിറ്റ് എടുക്കാം, 4 വർഷം കഴിഞ്ഞ് വേണമെങ്കിൽ എക്സിറ്റ് എടുക്കാം. ഓണേഴ്സ് എന്നുള്ള രീതിയിൽ 4 വർഷം ഓണേഴ്സ് ഡിഗ്രി എന്നുള്ള രീതിയിൽ അതിന്റെ സഫീഷ്യൻ ക്രെഡിറ്റുകൾ അവർ ഏൺ ചെയ്യണം. അത് നമ്മുടെ റെഗുലേഷനിൽ ഇപ്പോൾ ഏർപ്പെടുത്തുന്നു. സാർ, ഇപ്പം നമ്മളിപ്പം +2 കഴിഞ്ഞൊരു വിദ്യാർത്ഥിക്ക് പഠിക്കാൻ പറ്റുന്ന ഒത്തിരി കോളേജുകൾ, ഒത്തിരി ക്യാമ്പസുകളെ കുറിച്ച്, ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ച് സാർ പറഞ്ഞു. സാർ, നമുക്ക് +2 കഴിയാത്ത അല്ലെങ്കിൽ +2 കഴിഞ്ഞ എന്നാൽ ഒരു ഡിഗ്രി കഴിഞ്ഞ റിസർച്ച് ചെയ്യാൻ താല്പര്യമുള്ളവരും എപ്പോഴും കൺസിഡർ ചെയ്യുന്ന നമ്പർ 1 യൂണിവേഴ്സിറ്റികൾ ഒന്ന് കുസാറ്റ് തന്നെയാണ്. അവർക്കുള്ള ചാൻസസ് എന്തൊക്കെയാണ്? ഒരു PG ലെവലിൽ, അല്ലെങ്കിൽ റിസർച്ച് ലെവലിൽ, PhD PDF ലെവലിൽ? യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു പ്രോഗ്രാമുകളാണ് നമ്മളുടെ MSc, MA, MVoc, പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകൾ. അതിലേക്ക് വേണ്ടിയുള്ള അഡ്മിഷനുകളും നമ്മളുടെ CAT വഴി തന്നെയാണ് നമ്മൾ നടത്തുന്നത്. എല്ലാ ടെസ്റ്റ് വേറെയാണ്, അതിനുശേഷം നമ്മളുടെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ ഈ പ്രോസസ്സിൽ കൂടെ തന്നെയാണ്, CATൽ കൂടെ തന്നെയാണ്. നമ്മൾക്ക് ഏകദേശം 33ഓളം മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകൾ നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. എല്ലാ വിഭാഗത്തിലുള്ള സയൻസിൽ തന്നെയാണെങ്കിൽ എല്ലാ വിഭാഗത്തിലും, മാത്തമാറ്റിക്സിൽ, ഫിസിക്സ്, കെമിസ്ട്രി, മറൈൻ ജിയോളജി, ജിയോ ഫിസിക്സ്, അങ്ങനെ വിവിധങ്ങളായ PG പ്രോഗ്രാമുകൾ നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. നമ്മുടെ അഡ്മിഷൻ്റെ വെബ്സൈറ്റിലെ പ്രോസ്പെക്ടസ് വിശദമായിട്ട് എല്ലാ പ്രോഗ്രാമുകളുടെ എലിജിബിലിറ്റി എന്താണെന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടിയുള്ള അഡ്മിഷൻ എങ്ങനെയാണ് നടക്കുന്നത്, ടെസ്റ്റിൻ്റെ പാറ്റേൺ എല്ലാം നമ്മുടെ പ്രോസ്പെക്ടസിൽ വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് താല്പര്യമുള്ള എല്ലാവരും അതൊന്ന് നോക്കുന്നത് നല്ലതാണ്. ഇത് നമ്മളുടെ MSc, MA, MVoc എന്ന് പറയുന്ന പ്രോഗ്രാമുകളാണ്. വേറെ ഇത് കൂടാതെ തന്നെ നമ്മൾക്ക് MTech പ്രോഗ്രാമുകളുണ്ട്. ബിടെക് കഴിഞ്ഞതിന് ശേഷമുള്ള കുട്ടികൾക്ക് MTech പഠിക്കുന്നതിനായിട്ട് വിവിധങ്ങളായ ഏകദേശം 16ഓളം MTech പ്രോഗ്രാമുകൾ നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മൾ വളരെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ് നമ്മുടെ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് ഓഫർ ചെയ്യുന്ന MBA ഉണ്ട്. വളരെയധികം ഡിമാൻഡുള്ള ഒരു പ്രോഗ്രാമാണ് MBA. വളരെയധികം കുട്ടികൾക്ക് വളരെയധികം പ്ലേസ്മെൻറ്റ് ഓഫർ ചെയ്യുന്ന, എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ 100% പ്ലേസ്മെൻറ്റ് നമുക്ക് ക്ലെയിം ചെയ്യാവുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ്. അവിടെ നിന്ന് MBA ഓഫർ ചെയ്യുന്നുണ്ട്. MBA റെഗുലർ പ്രോഗ്രാമുണ്ട്, MBA പാർട്ട് ടൈം ഉണ്ട്. ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് എക്സിക്യൂട്ടീവ് MBAയും ഓഫർ ചെയ്യുന്നു. ഈ വർഷം മുതൽ നമ്മൾ എക്സിക്യൂട്ടീവ് MBA എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഓഫർ ചെയ്യുന്നുണ്ട്. അത് വർക്കിംഗ് പ്രൊഫഷണൽസിന് വേണ്ടി നമ്മൾ ഓഫർ ചെയ്യുന്നതാണ് എക്സിക്യൂട്ടീവ് MBA. ഇതെല്ലാം PG ലെവലിലുള്ള പ്രോഗ്രാമുകളാണ്. ഇതിനു വേണ്ടിയുള്ള ടെസ്റ്റും ഈ CATൽ തന്നെയാണ് നമ്മൾ നടത്തുന്നത്. MBAക്ക് CAT, അതായത് നമ്മുടെ IIM CAT അല്ലെങ്കിൽ KMAT, CMAT, ഇതിലേതെങ്കിലും ടെസ്റ്റ് എഴുതി അതിൻ്റെ സ്കോറും പിന്നീട് നടക്കുന്ന ഇൻ്റർവ്യൂവിനെയും ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പൈൻഡ് റാങ്ക് ലിസ്റ്റാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ അഡ്മിഷൻ നടത്തുക. സാർ, ഇനി റിസർച്ച് ലെവലിലേക്ക് വന്ന അല്ലെ PhD, PDF ഈ ഒരു കാറ്റഗറിയിലേക്ക് ചിന്തിച്ചാലോ? നമ്മളെ സംബന്ധിച്ച് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും PhD ഓഫർ ചെയ്യുന്നുണ്ട്. ഇവിടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലെയും അധ്യാപകർ ഇതിന് റിസർച്ച് ഗൈഡ്സാണ്. ഇവരുടെ കീഴിൽ ഈ റിസർച്ചിനോട് താല്പര്യമുള്ളവർക്ക് PhDക്കായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് നേരിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യുന്നത്. അവർ ഇതിൽ
റിസർച്ച് ചെയ്യണമെന്ന് താല്പര്യമുള്ള കുട്ടികൾ നേരിട്ട് ഡിപ്പാർട്ട്മെൻറ്റിനെ സമീപിക്കുക. അവിടെ നിന്ന് ആപ്ലിക്കേഷൻ ഫോം വാങ്ങിക്കുക, അവിടെ തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കുക. എന്നിട്ട് അവരൊരു അതായത് ഡിപ്പാർട്ട്മെൻറ്റ് അഡ്മിഷൻ ടെസ്റ്റ് നടത്തും. അതിനെ ബേസ് ചെയ്തിട്ട് അവർ അഡ്മിഷൻ നടത്തും. ഇത് എല്ലാ വർഷവും ഓഫർ ചെയ്യുന്നതിന് ഇതിൻ്റെ കൂടെ തന്നെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ നടക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇപ്പോൾ നമ്മൾ ജൂൺ വരെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് തന്നെ ഡിപ്പാർട്ട്മെൻറ്റുകളെ സമീപിക്കുക, അവിടെ നിന്ന് ആപ്ലിക്കേഷൻ വാങ്ങിക്കുക. ഇത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും വിവിധ വേക്കൻസികളായിരിക്കും കിടക്കുക. അവിടെ ഡിപ്പാർട്ട്മെൻറ്റിനെ സമീപിച്ച് അതിൻ്റെ വിശദാംശങ്ങൾ അന്വേഷിച്ച് അപ്ലൈ ചെയ്യുക. സർ, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ എന്താണ് കുസാറ്റ്, എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് എന്ന് എല്ലാവർക്കും മനസ്സിലായി. ഇപ്പം ഇത് കേട്ട് കഴിയുമ്പം ഏതൊരു വിദ്യാർത്ഥിക്കും കുസാറ്റിലൊന്ന് അപ്ലൈ ചെയ്തേക്കാം, എക്സാം എഴുതിയേക്കാം, ഒന്ന് പഠിച്ചേക്കാം എന്ന് തോന്നാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സർ, ഞാൻ എൻ്റെ അടുത്ത ചോദ്യമായിട്ട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, എത്ര സ്റ്റുഡൻസിന് ഇവിടെ ഡിഗ്രി ലെവലിൽ PG ലെവലിൽ പഠിക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്? എത്ര പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ യൂണിവേഴ്സിറ്റിക്ക് സാധിക്കും? ഏകദേശം UG ലെവലിൽ നമ്മൾ 1200ഓളം സീറ്റുകളുണ്ട്. 1200ഓളം സീറ്റുകളാണ് നമ്മൾ വിവിധ പ്രോഗ്രാമുകളിലായിട്ട് ഓഫർ ചെയ്യുന്നത്. PG ഏകദേശം 900 സീറ്റുകളാണ് നമുക്ക് ഓഫർ ചെയ്യുന്നത്. ഇത്രയും കുട്ടികളുടെ അഡ്മിഷനാണ് നമ്മൾ ഓരോ വർഷവും CAT വഴി നടത്തുന്നത്. ഇവർ ഈ CAT വഴി തന്നെ അപ്ലൈ ചെയ്യുക. എല്ലാവരും ഈ യൂണിവേഴ്സിറ്റിയുടെ വിവിധ പ്രോഗ്രാമുകളുടെ വിശദാംശങ്ങൾ ഞങ്ങളുടെ പ്രോസ്പെക്ടസ്, ഞങ്ങളുടെ അഡ്മിഷൻ വെബ്സൈറ്റ് സന്ദർശിക്കുക, പ്രോസ്പെക്ടസ് വിശദമായിട്ട് നോക്കുക. ആപ്ലിക്കേഷൻ പ്രോസസ്സ് വളരെ സിമ്പിളാണ്. ഓൺലൈനായിട്ട് തന്നെയാണ് ആപ്ലിക്കേഷൻ. വേറെ ഒരു രീതിയിലും നമ്മുടെ CATലേക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓൺലൈനായിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. admissions.kusat.ac.in അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമ്മുടെ ഇതിൻ്റെ വീഡിയോൻ്റെ താഴെ ഉണ്ടാവും. അതിൽ നോക്കി ആ ലിങ്കിൽ അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റിന് മുൻപായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. CATൽ പങ്കെടുക്കുക. എല്ലാവരും യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷന് നിങ്ങൾക്ക് വിജയിക്കട്ടെ. എല്ലാ ആശംസകളും. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ എന്താണ് കുസാറ്റ്? 50 വർഷം കഴിഞ്ഞ കേരളത്തിലെ നമ്പർ 1 യൂണിവേഴ്സിറ്റി എന്ന കാറ്റഗറിയിൽ എപ്പോഴും നിലനിൽക്കുന്ന കുസാറ്റിനെ കുറിച്ച് നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കൃത്യമായി മനസ്സിലാക്കാനായിട്ട് ജെയിംസ് സാറിന് കഴിഞ്ഞു. ജെയിംസ് സാർ, ഈ ഒരു ഇന്ററാക്ഷൻ വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു. ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് കുസാറ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ, ഇതിലും സിമ്പിളായി മനസ്സിലാക്കാൻ വേറൊരു ഓപ്ഷൻസ് നിലവിലില്ല. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.